ഒരു വീടിനകത്തേക്ക് ബർക്കത്തുണ്ടാവുക എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവില്ല. ആ വീടിനകത്തുള്ളത് ആരൊക്കെയാണോ അവർ നമുക്ക് ഏറ്റവും പ്രയോറിറ്റിയുള്ള മുൻഗണനയുള്ള മനുഷ്യന്മാരായി മാറുമ്പോഴാണ്. അങ്ങാടിയല്ല നമുക്ക് മുൻഗണന, നാട്ടുകാരല്ല നമുക്ക് മുൻഗണന, കൂട്ടുകാരുമല്ല നമുക്ക് മുൻഗണന. എല്ലാം കഴിഞ്ഞ് അവസാനം കയറി വരാനുള്ള സ്ഥലമാണ് നമുക്ക് മുൻഗണന. അതാണ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. കല്യാണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. പിറ്റേന്ന് അവിടെ ബിരിയാണി ഉണ്ടാവില്ല. ബിരിയാണി വെച്ച ചെമ്പെടുത്തോണ്ട് പോകുന്ന കാണാം, കെട്ടിയ പന്തലൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്ന കാണാം. അതെന്തുകൊണ്ടാ? കല്യാണത്തിന്റെ പിറ്റേന്ന് കല്യാണമില്ല, ആഘോഷങ്ങളുടെ പിറ്റേന്ന് ആഘോഷമില്ല. ഇതേപോലെ ഇന്ന് നമുക്ക് കൂട്ടുകാരും നാട്ടുകാരും കമ്പനിയും ഒക്കെ ഉണ്ടാവും. ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. പക്ഷെ അതൊക്കെ അവസാനിക്കുന്ന ഒരു പിറ്റേന്നുണ്ട്. ആ പിറ്റേന്ന് വരുന്നുണ്ടാവില്ല. വല്ലപ്പോഴും കാണാൻ വരുന്ന ആളുകൾ മാത്രമായി ഇവര് മാറും. നമുക്ക് ഈ ഇതേ ഉണ്ടാവുള്ളൂ. ഈ വീടിനകത്തുള്ള 3-4 ആളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മുൻഗണന എന്ന് പറഞ്ഞത്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പനി വരുന്നു എന്ന് വിചാരിക്കുക. നല്ല പനി ഇങ്ങനെ തോന്നുന്നു, നമുക്ക് നല്ല കുളിരും ഒക്കെ തോന്നുന്നു. നമ്മളിങ്ങനെ വിറക്കാൻ തുടങ്ങുന്നു. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ആ ബസ്സിലെ ഏതെങ്കിലും ഒരാൾ നമ്മളോട് ചോദിക്കുമോ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമോ? പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്തി വാതിൽ തുറന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നാമത്തെ ചോദ്യം എന്ത് പറ്റിയെന്നായിരിക്കും. അത് ചുക്കുകാപ്പിയാകുന്നു, കമ്പിളിപ്പുതപ്പാകുന്നു, ഡോളോ ആകുന്നു.